ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ ഡിയോണ് വണ്ടി, BS6 മോഡലാണ്. അതിൻ്റെ ഫ്രണ്ട് ബോഡി കവറുകൾ ഫുള്ളായിട്ട് ലൂസായിട്ട് കിടന്ന് ഷെയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളത് അഴിച്ചു നോക്കിയതാണ്. അഴിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് കവറുകൾ പിടിപ്പിക്കുന്ന ഹോൾഡർ ഓൾറെഡി പൊട്ടിപ്പോയേക്കാണ് അതിനകത്ത്. എനിക്കെന്താ തോന്നുന്നു, ശരിക്കും മറിഞ്ഞപ്പോൾ ലോഡ് വന്ന് പൊട്ടിയേക്കണം. ശരിക്കും ഇത് മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പാണ്. അതിൻ്റെ ബ്രാക്കറ്റ് വരാം, അതിൻ്റെ സെൻട്രൽ വന്ന പീസ് അതുമ്മയാണ് നമ്മൾ ആ ഫ്രണ്ട് കവറൊക്കെ ഫിക്സ് ചെയ്യണത്. ഇവിടെ ഈ മോഡൽ ഇങ്ങനെ വന്ന ഐറ്റാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിയേക്കണം അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് മാറ്റി വെച്ചാലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതേപോലെ അതിൻ്റെ കവറുകളൊക്കെ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഉള്ളിൽ വേറെ പൊട്ടലൊന്നും വന്നിട്ടില്ല, പക്ഷേ കവറുകളൊക്കെ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ ഫ്രണ്ട് തെറിപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിടുന്നുണ്ട്. ഫോർക്കിന് ചെറിയൊരു ബെൻഡ് കാണുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് ചരിയുന്ന പോലെ നമുക്ക് കൃത്യമായിട്ട് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ കറക്റ്റ് ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു വേരിയേഷൻ, ഈ സൈഡിലേക്ക് ഒരു ചെറിയൊരു ചെരിവ് കാണുന്നുണ്ട്. അത് ഫ്രണ്ട് ഫോർക്കിൻ്റെ ആണ്. അത് ഓടിച്ചു നോക്കാം. വലിയ കാര്യമായിട്ടുള്ള ശരിക്കും കംപ്ലയിൻ്റ് ഉണ്ട്. ഓടിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴും വണ്ടി ഒരു ചെറിയ തിരിവ് ഫ്രണ്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഫോർക്കിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ ഓടിക്കുക, തീരെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഫോർക്ക് കഴിച്ച് മാറ്റി കളയാനായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. ലെവൽ ചെയ്യണേൽ നല്ലത് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ നിലവിൽ ഇപ്പോൾ ഹോൾഡറും അതേപോലെ മിററെല്ലാം മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഡെലിവറി ടൈം കാര്യങ്ങളെല്ലാം അതിനകത്ത് തരാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി.